ഒഡിയിലെ ഹോർമോണൽ ഇംബാലൻസ് എന്താണ്? അതെന്തൊക്കെ മാറ്റങ്ങളാണ് പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോതലാമസ് എന്നൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് GnRH, അതായത് ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ. GnRH ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് FSH, LH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ എന്നീ ഹോർമോണുകളെ ഈക്വൽ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നത്. PCOD ഉള്ള സ്ത്രീകളിൽ GnRH കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് പിറ്റ്യൂട്ടറിയിൽ നിന്നും കൂടിയ അളവിൽ LHഉം കുറഞ്ഞ അളവിൽ FSHഉം ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. കൂടിയ അളവിലുള്ള LH എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പുരുഷ ഹോർമോണുകളായ ആൻഡ്രോജൻസിൻ്റെ, മോസ്റ്റ്ലി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും അത് രോമവളർച്ച, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് തുടങ്ങിയ PCODൻ്റെ സിംറ്റംസിന് കാരണമാവുകയും ചെയ്യുന്നു. FSH അപ്പോൾ കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്തുണ്ടാവുക? FSHന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ഡാശയത്തിൽ കാണപ്പെടുന്ന ദ്രാവകം നിറഞ്ഞ ചെറിയ സഞ്ചികളായ അണ്ഡാശയ ഫോളിക്കിൾസിനെ പക്വതയിലെത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. ഈ ഫോളിക്കിൾസ് മെച്യൂർ ആവുമ്പോഴാണ് അതിൽ നിന്നും അണ്ഡം പുറത്ത് വിടുന്നത്. ആ പ്രക്രിയയാണ് ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനം എന്ന് പറയുന്നത്. FSHന്റെ കുറഞ്ഞ ഉൽപ്പാദനം കാരണം ഫോളിക്കിൾസ് പക്വതയിൽ എത്തുന്നില്ല. ഈ പക്വതയിലെത്താത്ത, അണ്ഡം പുറത്ത് വിടാത്ത അണ്ഡാശയ ഫോളിക്കിളുകൾ സിസ്റ്റുകളായി രൂപപ്പെടുന്നു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ സിസ്റ്റുകൾ അണ്ഡാശയത്തിൽ കാണപ്പെടുന്നതിന്റെ കാരണം ഇതാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഫ്രം ഡോക്ടർ ഐശ്വര്യ. താങ്ക് യു.